കൊള്ളും കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് വാഴച്ചോട് വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ വാഴച്ചോടെത്തി. അപ്പോൾ ഞാൻ വാഴ കൊല വെട്ടാൻ വന്നതല്ല കേട്ടോ, വാഴാമണി പൊട്ടിച്ചു. ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് വാഴാമണി എന്നാണ് പറയാറ്. നിങ്ങളുടെ അവിടെ ഇതിന് എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. വാഴാമണി ഇത് തേൻ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് തേനൊക്കെ കുടിച്ചു. എൻ്റെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്നു കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണോ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഓൾ എന്നുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തണം കേട്ടോ, എന്നാലേ ഞാൻ ഷോർട്സിൻ്റെയും ലൈവിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രൗൺ കളറുള്ള പോളെല്ലാം നീക്കം ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്രീം കളറായിട്ടുള്ള ഭാഗം എത്തുന്ന വരെ ഇതിൻ്റെ എല്ലാം കളയണം. എൻ്റെ മോള് ചോദിക്കുന്നുണ്ട്, അമ്മ അതെങ്ങാനും തീരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറേയേറെ പോളകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോളാണ് കേട്ടോ വീഡിയോ എടുക്കണം. അവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അമ്മ അതെന്താ കഴിയാത്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെങ്ങാനും കഴിയുമോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. ഫുള്ളും വാഴാമണിയും കൂടി ഉപ്പേരി വെച്ച് അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ പോളയെല്ലാം എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ വാഴാമണി ഒന്ന് മുറിച്ചെടുക്കാം. ചെറുതായിട്ട് മുറിക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. അധികം ബലമില്ലാത്ത കാരണം വേഗം മുറിച്ച് കഴിയും. നമ്മൾ വാഴാമണി മുറിക്കുമ്പോഴേക്കും കൊള്ളു ഞാൻ നേരത്തെ വേവിച്ച് വെച്ചു കേട്ടോ. കുക്കറിലിട്ട് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ ഇതുപോലെ വാഴാമണിയൊക്കെ വെറുതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളും വലിച്ച് കൊള്ളൊക്കെ ആയിട്ട് ഉപ്പേരി വെച്ചിട്ട് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. വാഴാമണി മുറിച്ച ശേഷം ഒരു 5 മിനിറ്റ് മഞ്ഞപ്പൊടിയിലൊന്ന് ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കറയ്ക്കും. അപ്പോൾ ഇവിടെ മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ച് വാരിയെടുത്തു. കൊള്ളു നേരത്തെ വേവിച്ച് വെച്ചതാണ്. ഇതിന് കടുക് വറുക്കാൻ ആവശ്യം വെല്ലുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി കടുക് വറുത്തിട്ട് ഈ വേവിച്ച് വെച്ച വാഴക്കൂമ്പും കൊള്ളും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി പറഞ്ഞാൽ നമ്മുടെ വാഴക്കൂമ്പ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നാട്ടും പുറത്ത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ദിവസങ്ങളൊക്കെ ഞങ്ങൾ കഴിയാറ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.